നമസ്കാരം. ഞാൻ ഡോക്ടർ തൃഷ്ണ, മെഡിക്കൽ ഡയറക്ടർ, ചീഫ് ഫിസിഷ്യൻ, സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെന്റർ, ട്രിവാൻഡ്രം. ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പണ്ട് എല്ലാവരും കൊളസ്ട്രോളിനെ പേടിച്ചിരുന്നു. കൊളസ്ട്രോളിൻ്റെ തന്നെ ലിപ്പിഡ് മെറ്റബോളിസത്തിൻ്റെ തന്നെ ഒരു ബൈ പ്രോഡക്റ്റ് ആയ ട്രൈഗ്ലിസറൈഡ്സിനെയാണ് ഇന്ന് എല്ലാവരും പേടിക്കുന്നത്. കാരണം ട്രൈഗ്ലിസറൈഡ്സ് ഒരുപാട് പേർക്ക് ഇപ്പോൾ എലിവേറ്റഡ് ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ HDL ലെവൽസും കുറഞ്ഞു വരുന്നു. അപ്പം ഇത് ഡെഫിനിറ്റ്ലി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട. ഈ ഇടയ്ക്ക് ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ, ഈ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ്, പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നത് ഡൈജഷൻ റിലേറ്റഡ് ഇഷ്യൂസ് ആയിട്ടാണ്. ഗ്യാസിൻ്റെ പ്രശ്നം, തീരെയും ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, ഓക്കാനം വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് വളരെ ഹൈ ആയിട്ട് ട്രൈഗ്ലിസറൈഡ്സ് നിൽക്കുന്നു. പുള്ളിക്കാരി ഷീ ഹെർസെൽഫ് ഇസ് കൺസേൺഡ്. അത് കൂടാതെ തന്നെ എൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ഈ ലിപ്പിഡ് മെറ്റബോളിസത്തിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഈ ഒരു പേഷ്യൻ്റെ കേസിൽ. കാരണം പുള്ളിക്കാരിക്ക് വന്ന ഒരു ഓക്കാനം അല്ലെങ്കിൽ ദഹനക്കുറവ്, ഭക്ഷണം കഴിക്കാൻ തോന്നാതിരിക്കുക, ഇതെല്ലാം ഈ ഒരു എലിവേറ്റഡ് ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഒരു ഭാഗമായിട്ടും കൂടെ വന്ന സിംറ്റംസ് ആണ്. അപ്പം ഇത് ഹൈപ്പർ ട്രൈഗ്ലിസറൈഡേമിയ. ഹൈപ്പർ ട്രൈഗ്ലിസറൈഡേമിയ എന്ന് പറയുന്നത് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ എടുക്കുന്ന സമയത്ത് അതിൽ ടോട്ടൽ കൊളസ്ട്രോൾ ഉണ്ടാവും, ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടാവും, LDL കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ, പിന്നെ ഇത് തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ബാക്കിയെല്ലാം നോർമലായിരിക്കാം, പക്ഷേ ട്രൈഗ്ലിസറൈഡ്സ് മാത്രം വളരെയധികം എലിവേറ്റഡ് ആയിട്ടിരിക്കുന്ന കണ്ടുവരുന്നുണ്ട്. ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈഗ്ലിസറൈഡ്സ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൊഴുപ്പ് നമ്മുടെ ദഹനം, അതായത് ചെറിയ കുടലിലെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കൊഴുപ്പിനെ ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ, ബിക്കോസ് ഇത് വലിയ വലിയ മോളിക്യൂൾസ് ആണ്, ഇതിനെ ചെറുതായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമേ അവിടെയുള്ള എൻസൈംസ് പ്രത്യേകിച്ച് ലൈപ്പേസസ് എന്നാണ് പറഞ്ഞത്. പാൻക്രിയാറ്റിക് ലൈപ്പേസ്, ഇൻറ്റസ്റ്റൈനൽ ജ്യൂസസിന്ന് വരുന്ന ലൈപ്പേസ്, ഈ എൻസൈംസ് ഈ ഒരു കൊഴുപ്പിനെ, വലിയൊരു മോളിക്യൂളിനെ അറ്റാക്ക് ചെയ്ത് അതിനെ ഏറ്റവും ചെറുതായ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു ഫസ്റ്റ് പ്രോസസ്സ് നടക്കണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരളിൽ നിന്ന് ഒഴുകി വരുന്ന ബൈൽ ജ്യൂസാണ്. കാരണം ബൈൽ എന്ന് പറയുന്ന കരളിൽ വരും, ബൈൽ സെക്രീഷൻ വന്ന് നമ്മുടെ ചെറിയ കുടലിൽ എത്തുമ്പം ഈ ബൈലാണ് ഈ കൊഴുപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അതിനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. അതിനൊരു എന്താണ് ഒരു മിസൽ ഫോർമേഷൻ എന്നൊക്കെ പറയും. അപ്പം ഈ വലിയൊരു മോളിക്യൂളിനെ ചെറുതായി കട്ട് ചെയ്ത ശേഷം മാത്രമേ വീണ്ടും അതിനെ കെമിക്കലി ഫുള്ളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ബൈൽ ആസിഡ്സിൻ്റെ അഭാവമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും ട്രൈഗ്ലിസറൈഡേമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ വരാറുണ്ട്. കാരണം ട്രൈഗ്ലിസറൈഡ്സിന് അല്ലെങ്കിൽ ഈ ബൈൽ ആസിഡ്സിന് ഈ കൊഴുപ്പിനെ കട്ട് ഡൗൺ ചെയ്യാനും പറ്റുന്നില്ല. തന്മൂലം അതിൻ്റെ മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കുന്നൊന്നും ഇല്ല. സെക്കൻഡ് തിങ്, അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ യൂഷ്വലി എന്താ വെച്ചാൽ നമ്മൾ ഹൈ ഫാറ്റ് ഡയറ്റ് കഴിക്കുന്ന സമയത്ത്, കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മലത്തിലൂടെ ഈ കൊഴുപ്പ് അതേപോലെ പോവുകയും ചെയ്യും. അത് ഫ്ലോട്ട് ചെയ്യും. പലപ്പോഴും നമ്മുടെ മലം നമുക്ക് ഫ്ലഷ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ കളർ വ്യത്യാസം അതിൽ വരാം. കാരണം ബൈലിൻ്റെ അഭാവമുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് നമ്മുടെ മലത്തിന് നോർമലായിട്ടുള്ള ഒരു ബ്രൗണിഷ് കളർ കൊടുക്കുന്നത് ഈ ബൈലിൻ്റെ സെക്രീഷൻസ് ബാക്കി കാര്യങ്ങളും കൊണ്ടാണ്. അപ്പം അത് വല്ലാതെ വരുന്ന സമയത്ത് പലപ്പോഴും കളർ ചേഞ്ചസും കണ്ടുവരുന്നുണ്ട്. പിന്നെ തേർഡ് തിങ്, നമുക്ക് കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന പല അസ്വസ്ഥതകളും നമ്മൾ നോട്ടീസബിൾ ആകും ആ സമയത്ത്. കാരണം നമ്മൾ ഹൈ ഫാറ്റ് ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ വീർത്ത് കെട്ടുക, ഓക്കാനം വരിക, വളരെ അസ്വസ്ഥത തോന്നുക, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് കണ്ടുവരുന്നുണ്ട്. സെക്കൻഡ് തിങ്, ഈ ട്രൈഗ്ലിസറൈഡ്സ് നമ്മുടെ പലപ്പോഴും നമ്മുടെ കരളാണ്, നമ്മുടെ ദഹന പ്രക്രിയ നടന്ന് ലൈപ്പേസ് എന്ന് പറയുന്ന എൻസൈം ഈ കൊഴുപ്പിനെ കട്ട് ചെയ്ത് ഫാറ്റി ആസിഡ് ഗ്ലിസറോളൊക്കെ ആക്കുന്ന സമയത്ത് ഇതിനെ നേരെ പോർട്ടൽ വെയിൻ വഴി, അതായത് ഒരു പാത്വേ വഴി നമ്മുടെ കരളിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഇതിൻ്റെ ബാക്കി കരളാണ് ഇതിനെ എങ്ങനെ ഇത് അറ്റാച്ച് ചെയ്ത് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ, അല്ലെങ്കിൽ ഇത് സ്റ്റോർ ചെയ്യണോ, അല്ലെങ്കിൽ ഇത് ഏത് ഭാഗത്തേക്കാണ് കടത്തി വിടേണ്ടത് എന്നെല്ലാം തീരുമാനിക്കുന്നത്. അപ്പം ലിവറിനകത്ത് കരളിലെ കോശങ്ങളുടെ പ്രവർത്തനം നോർമലായിട്ട് നടന്നില്ലെങ്കിൽ ആ സമയത്തും ഈ ട്രൈഗ്ലിസറൈഡ്സ് എലിവേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം ട്രൈഗ്ലിസറൈഡ്സ് നമ്മൾ ഫുഡിൽ നിന്ന് ഡെഫിനറ്റ്ലി നമ്മൾ കൊഴുപ്പ് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എൻഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ട്രൈഗ്ലിസറൈഡ്സ് കരളിന് ഉപയോഗപ്പെടുത്താൻ സാധിക്കാതെ വരികയും അത് രക്തത്തിൽ അടിയുകയും ചെയ്യുന്നു. അപ്പം ഹൈപ്പർ ട്രൈഗ്ലിസറൈഡേമിയ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലപ്പോഴും സിംറ്റംസ് കാണിക്കുന്നത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലെ ക്രീസസ്,
നമ്മുടെ കയ്യിലെ വരകളിലെല്ലാം ഒരു മഞ്ഞളിപ്പ് അല്ലെങ്കിൽ ഒരു ഓറഞ്ചിഷ് ഒരു ഡെപ്പോസിറ്റ് മാതിരി കാണുക. വളരെ സിവിയർ കേസസിൽ ഒരു കോംപ്ലിക്കേഷനായിട്ട് തന്നെ വരുന്നത് പാൻക്രിയാറ്റൈറ്റിസ്. അതായത് പാൻക്രിയാസിൽ കൊഴുപ്പ് കൊഴുപ്പ് കാരണം പാൻക്രിയാസ് ആണല്ലോ ലൈപ്പേസ് എന്ന് പറഞ്ഞ എൻസൈം സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാൻക്രിയാസിൽ ഒരു വീക്കം വരിക, ഇൻഫ്ലമേഷൻ വരിക, അതിൻ്റെ ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യുക. പിന്നെ മൂന്നാമത് നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ റെറ്റിന എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു ഡെപ്പോസിറ്റ് മാതിരി കാണുക. ലൈപ്പീമ റെറ്റിനാലിസ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ കണ്ണിൻ്റെ ചുറ്റും കൃഷ്ണമണിയുടെ ചുറ്റും നമുക്കൊരു കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് പോലെ കാണുക. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഹൈ കൊളസ്ട്രോൾ ലെവൽസിൻ്റെ അല്ലെങ്കിൽ ഹൈ ട്രൈഗ്ലിസറൈഡ് ലെവൽസിൻ്റെ ഒരു സിംറ്റമായിട്ട് കാണുന്നു. കൂടാതെ പലപ്പോഴും ചില ആൾക്കാർക്ക് നമ്മുടെ ബട്ടക്സിൻ്റെ അവിടെ കുറച്ച് കുരുകൾ പോലെ ഈ മഞ്ഞ കുരുകൾ പോലെ വരിക. ഇതെല്ലാം ഈ ഹൈ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഡെപ്പോസിറ്റ് മൂലം വരുന്നതാണ്. അപ്പം പല ആൾക്കാർക്കും പല രീതിയിലായിരിക്കും ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇതെല്ലാം നമ്മൾ രക്തം പരിശോധിച്ച് നോക്കിയാൽ ട്രൈഗ്ലിസറൈഡ്സ് മോഡറേറ്റ് ടു സിവിയർ ലെവലിൽ എലിവേറ്റഡ് ആയിരിക്കും. നോർമൽ എന്ന് പറഞ്ഞാൽ 150യുടെ താഴെ നിൽക്കണം. പക്ഷേ പലപ്പോഴും അതിൽ കൂടി വന്ന് ബിയോണ്ട് ഒരു 400 ഒക്കെ പോയി കഴിയുമ്പോൾ പലപ്പോഴും അത് ഈ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ട്രൈഗ്ലിസറൈഡ്സ് കുറയ്ക്കാൻ പറ്റും? അതിൽ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിന് ഒരുപാട് പറയും. അന്നജം കുറച്ചുള്ള ഭക്ഷണം കഴിക്കണം. കാരണം അന്നജത്തിൻ്റെ സ്റ്റോറേജ് ഫോം കൊഴുപ്പാണ്. അതാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് ഇങ്ങനത്തെ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ എല്ലാം കൂട്ടുന്നതെന്ന് പറയുമെങ്കിലും അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഫാറ്റും കാർബോഹൈഡ്രേറ്റും അന്നജവും കൊഴുപ്പും തമ്മിലുള്ള കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഡേഞ്ചറസ് എന്ന് പറയുന്നത് നമ്മുടെ ബേക്കറി പ്രോഡക്ട്സ് ആണ്. കാരണം അതിൽ നമ്മൾ ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ പ്ലസ് വളരെ ഒത്തിരി മധുരം നമ്മൾ ചേർക്കും അല്ല ടേസ്റ്റ് വരാനായിട്ട്. അപ്പോൾ നാച്ചുറലി അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അത് നമുക്ക് ഈ ട്രൈഗ്ലിസറൈഡ്സിനെ ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പോൾ നമ്മൾ നമ്മുടെ 4 o'clock സ്നാക്കിംഗ് ടൈമിൽ പലവരും കഴിക്കുന്നത് ഒന്നുകിൽ ചിപ്സ് അല്ലെങ്കിൽ വട അല്ലെങ്കിൽ ബിസ്ക്കറ്റ്. നമ്മൾ വിചാരിക്കും ബിസ്ക്കറ്റൊക്കെ സേഫ് അല്ലേ, ബേക്ക്ഡ് അല്ലേ എന്ന്. പക്ഷെ ഒരിക്കലുമല്ല. കാരണം അതിൻ്റെ അകത്ത് വളരെയധികം ഫാറ്റ്സും കൂടാതെ കുറേ പഞ്ചസാര ചേർത്ത ഒരു വളരെ പ്രോസസ്ഡ് ആയിട്ടുള്ളൊരു ഫുഡാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? അപ്പോൾ 4 മണിക്ക് നമ്മൾ എന്ത് കഴിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സെസമി സീഡ്സ് അതായത് നമ്മുടെ എള്ളും വാൾനട്ട്സും കുറച്ച് ഒന്നോ രണ്ടോ ഡേറ്റ്സ് ഇട്ടിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് അതിനെ ബ്ലെൻഡ് ചെയ്ത് ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ്. വൺ വേ അത് നമുക്കൊരു സ്നാക്കായിട്ട് നല്ല നറിഷിംഗ് ആയിട്ടുള്ള, കാരണം അതിൻ്റെ അകത്തെല്ലാം ഹെൽത്തി ഫാറ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഫാറ്റ്സ് കിട്ടും. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ വടയുടെ കാര്യം പറഞ്ഞാൽ വടയും ഈ പറഞ്ഞ കണക്ക് അരി ഉഴുന്നും അത് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് നാച്ചുറലി അതിൽ കൊഴുപ്പും വളരെയധികം കൂടും. അപ്പോൾ അരിയുടെ കണ്ടൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഈ എൻഎച്ച്എം ഫാറ്റിൻ്റെ കോമ്പിനേഷൻ വളരെ നെഗറ്റീവായിട്ട് വരും. മൂന്നാമത്തെ കാര്യം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഇലയടയും കോഴിക്കട്ടയൊക്കെ സേഫ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എന്താണ്? സെയിം റീസൺ. മറ്റേനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്റർ ആണ്, സ്റ്റീംഡ് ആണ്. അതിൻ്റെ അകത്ത് ഒരുപാട് ഫാറ്റ് കണ്ടന്റ് ഇല്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നിൽ ഗോതമ്പ് അല്ലെങ്കിൽ അരിമാവ് എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്തൊക്കെ തേങ്ങയും ശർക്കര അല്ലെങ്കിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ച് അട ഉണ്ടാക്കുന്നത്. അതും വളരെ ഹൈ ഷുഗർ കണ്ടന്റ് ആണ്. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണെന്ന് പറയാൻ സാധിക്കത്തില്ല. നാലാമത് ചിപ്സിൻ്റെ കാര്യമൊക്കെ ഇനി പറയാൻ വേണ്ടല്ലോ. ചിപ്സോ മിക്സറോ എല്ലാം ഡീപ് ഫ്രൈഡ് ആണ് അല്ലേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലൊരു എയർ ഫ്രയറോ മൈക്രോവേവോ ഉണ്ടെങ്കിൽ നമ്മൾ കഴിയുന്നത് ബേക്ക് ചെയ്യുക അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക എണ്ണയില്ലാതെ. നമുക്ക് എണ്ണയുടെ ടേസ്റ്റ് വരാൻ എന്ത് ചെയ്യാം? പുറത്ത് കുറച്ച് എണ്ണ ഡ്രിസിൽ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ എണ്ണയ്ക്കകത്തിരുന്ന് കുക്കാവുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും. അപ്പം ഞാൻ ഇതിന് നല്ലൊരു റെസിപ്പി സാധാരണ പേഷ്യൻസിൻ്റെ അടുത്ത് പറയാന്ന് വെച്ചാൽ നമ്മുടെ ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ്. അതിനകത്ത് അന്നജം നമുക്ക് യൂസ്ഫുൾ ആണ്. പ്ലസ് അതിനകത്ത് അത്യാവശ്യം നല്ല ഫൈബറും ഉണ്ട്, ന്യൂട്രീഷനും ഉണ്ട്, നമുക്ക് ഫില്ലിങ്ങുമാണ്. അപ്പം ഈ ഏത്തപ്പഴത്തിന് തേങ്ങാപ്പാലിൽ രണ്ടാമത്തെ തേങ്ങാപ്പാലിൽ വേവിച്ച് ഒന്നാം പാൽ ഒഴിച്ച് ഒരു നല്ലൊരു സ്റ്റൂ മാതിരി ഉണ്ടാക്കി കഴിക്കാൻ പറയാം 4 മണിക്ക്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് അത് തന്നെ നമുക്ക് നല്ല ഫില്ലിംഗ് ആണ്, നല്ല നറിഷിങ്ങുമാണ്, ന്യൂട്രീഷ്യസുമാണ്. അപ്പം ഈ ഹൈപ്പർ ട്രൈഗ്ലിസറീമിയ അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്ക് 4 മണീൻ്റെ ബാക്കിയുള്ള സ്നാക്കൊക്കെ ഒഴിവാക്കി ഇങ്ങനത്തെ കുറച്ച് ഫുഡ് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ഒന്ന് നമ്മുടെ എള്ള്
എള്ളിനെ ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വാൾനട്ട്സ് ആഡ് ചെയ്യുക. വാൾനട്ട്സും ഡ്രൈ റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് അത് നമുക്ക് ഈ 1 2 ഡേറ്റ്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം, തീരെ നമ്മൾ ബ്ലാൻഡ് ആവാതിരിക്കാൻ ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഉണ്ട ഉരുട്ടിയോ ഒരു ബോളായിട്ട് എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡേറ്റ്സിൻ്റെ അളവ് ഡെഫിനിറ്റ്ലി ലിമിറ്റ് ചെയ്യണം. ഒരുപാട് നമ്മൾ യൂസ് ചെയ്യരുത്. ജസ്റ്റ് നമുക്ക് ടേസ്റ്റിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. സെക്കൻഡ് തിങ്, ഇതേപോലെ നമുക്ക് അതിൽ ഫ്ലാക്സ് സീഡ്സ് ആഡ് ചെയ്യും. ഫ്ലാക്സ് സീഡ്സും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം ഫ്ലാക്സ് സീഡ്സ് ഒമേഗ 3 റിച്ച് ആണ്. വെരി ഗുഡ് സോഴ്സ് ഓഫ് ഒമേഗ 3. അപ്പോൾ ഫ്ലാക്സ് സീഡ്സും ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത് ഒരു ക്രഷ് ചെയ്ത് നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ്, ഈ പറഞ്ഞ ഏത്തപ്പഴത്തിൻ്റെ ഒരു ഒരു സ്റ്റൂ മാതിരത്തെ ഒരു കോമ്പിനേഷൻ. അതിനകത്തും ഫൈബർ റിച്ച് ആയിട്ടുള്ളൊരു ഫുഡാണ്. നമ്മുടെ മന്നജം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷെ ഒരുപാടില്ല. അപ്പം ഹെൽത്തി ഫാറ്റ്സ്, നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്നുള്ള ഹെൽത്തി ഫാറ്റ്സും കൂടെയുള്ളൊരു കോമ്പിനേഷൻ ഇസ് വെരി ഗുഡ്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യാവുന്നത് സിന്നമൺ സ്റ്റിക്കാണ്, നമ്മുടെ കറുവാപ്പട്ട. കറുവാപ്പട്ടയുടെ ഗുണമെന്ന് വെച്ചാൽ ഈ ഷുഗർ സ്പൈക്ക് കുറയ്ക്കാനായിട്ട് കറുവാപ്പട്ടയ്ക്ക് സഹായിക്കും. അപ്പോൾ നമ്മളിത് കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽസ് കൂടാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇൻസുലിൻ്റെ ആക്ടിവിറ്റിയും ബെറ്ററായിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ 2 ഐറ്റംസ് നമ്മൾ 4 മണി പലഹാരത്തിന് ഉപയോഗിക്കുക. വട, എന്താ ചിപ്സ്, മിക്സ്ചർ, ബിസ്ക്കറ്റ്. ഇനിയിപ്പോൾ അത് മില്ലറ്റിൻ്റെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, വീറ്റിൻ്റെ ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, എന്ത് ബിസ്ക്കറ്റ് ആണെങ്കിലും ശരി, അത് കഴിയുന്നതും ഒഴിവാക്കാൻ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കണം, മധുരമൊക്കെ കുറച്ച് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഫൈൻ. അല്ലാണ്ട് പുറത്തുനിന്ന് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നത് ഇസ് നോട്ട് അഡ്വൈസബിൾ. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമുക്ക് എപ്പോഴും കൊഴുപ്പെന്ന് പറയുന്നത് ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഫ്യൂവൽ. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ കുറച്ച് എക്സസൈസ് ഇൻക്ലൂഡ് ചെയ്യണം. എസ്പെഷ്യലി നമ്മൾ അബ്ഡോമിനൽ ഒബേസിറ്റി, അതായത് വയറിൻ്റെ ഭാഗത്തൊക്കെ കൊഴുപ്പടിയുന്നവർ തീർച്ചയായിട്ടും എക്സസൈസ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതിന് കോർ സ്ട്രെങ്തനിങ് എക്സസൈസസ്, അതിന് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സസൈസാണ് പ്ലാങ്ക് എന്ന് പറയുന്ന പൊസിഷൻ. നമ്മൾ പുഷപ്പ് പൊസിഷനില്ലേ, ആ പുഷപ്പ് പൊസിഷനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമ്മുടെ വയറിൻ്റെ സ്ട്രെങ്തനിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, കോർ സ്ട്രെങ്തനിങ്ങിന്. അത് നമ്മുടെ ഈ നമ്മുടെ കരളിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പ്, നമ്മുടെ രക്തത്തിൽ ഹൈ ട്രൈഗ്ലിസറൈഡ് ലെവൽസ്, നമ്മുടെ ഹാർട്ടിൻ്റെ ചുറ്റുമുള്ളതിനെല്ലാം മൊബിലൈസ് ചെയ്യാനായിട്ട് സഹായിക്കും. പിന്നെ സിമ്പിളായിട്ട് വേറൊരു കാര്യം നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ, എംപ്റ്റി സ്റ്റമക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വെറും വയറ്റിൽ കുറച്ച് നാരങ്ങ, ഞാൻ പലപ്പോഴും നാരങ്ങയുടെ കാര്യം പറയുന്നത് വെച്ചാൽ ഒരുപാട് നാരങ്ങ, ഹാഫ് നാരങ്ങയൊന്നും പിഴിഞ്ഞെടുക്കണ്ട. ഒരു ക്വാർട്ടർ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എംപ്റ്റി സ്റ്റമക്കിൽ കുടിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഈ എന്താണ് ക്ലെൻസിങ് അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷനൊക്കെ സഹായിക്കും. അപ്പം എംപ്റ്റി സ്റ്റമക്കിലെ നാരങ്ങ വെള്ളം 4 മണിക്കത്തെ സ്നാക്കിന് നമ്മൾ റിപ്ലേസ് ചെയ്ത ഹെൽത്തി ഓപ്ഷൻസ്, പ്ലസ് പ്ലാങ്ക് പൊസിഷൻ പോലത്തുള്ള എക്സസൈസസ് ചെയ്യുന്നവർക്ക് ഈ അബ്ഡോമിനൽ ഫാറ്റ്, പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ്സ് അക്യുമുലേറ്റ് ചെയ്യുന്ന പല ഫാറ്റുകളെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഭക്ഷണം ഡെഫിനറ്റായിട്ട് നമ്മൾ കഴിക്കണം. ഇറ്റ് നറിഷസ് എ ബോഡി. നമ്മൾ ഭക്ഷണത്തിന് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് ഭക്ഷണത്തിന് നമ്മുടെ ബോഡീനെ നറിഷ് ചെയ്യാൻ യൂസ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.